ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുന്നത്. ട്രീസ് ഡോണ്ട് ഫിയർ സ്റ്റോംസ്, ഇറ്റ് ട്രസ്റ്റ് ഇറ്റ് റൂട്ട്സ്. കേട്ടിട്ടുണ്ടല്ലോ. മരങ്ങളൊന്നും കൊടുങ്കാറ്റിനെ ഒന്നും പേടിക്കത്തില്ല. കാരണം അതിന് അതിന്റെ വേരുകളിൽ വിശ്വാസമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നില്ല, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കും? ഇന്നത്തെ ഉത്തരം അങ്ങനെയുള്ളവർക്ക് ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ടോ? ഇന്നത്തെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് വേഗത്തിൽ ചിന്തയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 11:3 ഇപ്രകാരം പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താ, ഞാൻ ഒന്ന് എടുക്കട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്തിൽ അറിയുന്നു. അപ്പോൾ ഇത് ആരോടാ സംസാരിക്കുന്നത്? ദൈവം ഉണ്ട്, അഥവാ എന്റെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്റെ ദൈവമാണെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന വചനം ക്രിയ ചെയ്യത്തുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു കോഴിമുട്ടയിൽ നിന്നും ഒരിക്കലും കുതിര പറക്കത്തില്ല. കോഴിമുട്ടയിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങള് ഉണ്ടാക്കാൻ ശാസ്ത്രവും ടെക്നോളജിയും, സയൻസ് ആൻഡ് ടെക്നോളജി വർദ്ധിച്ച സ്ഥിതിക്ക് പലവിധ മാർഗങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം. പക്ഷെങ്കിൽ അതിനും തുടക്കം വേണമെങ്കിൽ ഒരു കോഴിമുട്ടയുടെയോ ഒരു കോഴിയുടെയോ ഒരു ചെറിയ കണികയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ശാസ്ത്രത്തിന് ഒരു കോഴിയെ ജനിപ്പിക്കാൻ പറ്റുന്നു. ആ ശാസ്ത്രം തന്നെ ആയിക്കോട്ടെ, ഒരു കോഴിമുട്ടയിൽ നിന്നൊരു കോഴിമുട്ട തന്നെ കൈ കൊടുത്താലും അതിനൊരിക്കലും ഇന്ന് വരെയുള്ള ടെക്നോളജി അനുസരിച്ച് ഒരു കോഴിമുട്ടയിൽ നിന്ന് ഒരു കുതിര പറക്കത്തില്ല. അപ്പൊ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, കോഴിമുട്ടയിൽ നിന്ന് കുതിര പറക്കുമോ? എന്റെ ജീവിതത്തിൽ ഈ തകർന്ന തരിപ്പണമായ എന്റെ ചിന്തകൾ പാളിപ്പോയി, എന്റെ ശ്രമങ്ങൾ പാളിപ്പോയി, എന്റെ പ്രാർത്ഥന പോലും ഫലിക്കുന്നില്ല, എന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നു, ഞാൻ എന്താഗ്രഹിച്ചാലും നടക്കുന്നില്ല എന്ന് പറയുന്നവര് അബോധപൂർവമെങ്കിലും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കോഴിമുട്ടയിൽ നിന്നും കുതിര പറക്കുന്നത് പോലെ അസാധ്യമാണ് എന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുക. ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഇന്ന് അപ്പോൾ അവര് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, അവര് പറയുന്നുണ്ട് ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കോഴിമുട്ടയിൽ നിന്നും ഒരിക്കലും ഒരു കുതിര പറക്കത്തില്ല. അവര് പരോക്ഷമായിട്ടെങ്കിലും പറയുന്നുണ്ട് ദൈവം ഒരു വ്യവസ്ഥിതി, ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. അതാണല്ലോ അവര് പറയുന്നത്, ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. യെസ്, അവിടെയാണ്. അതേ കയറി പിടിച്ചോണം. നിങ്ങൾ എന്നെ കേൾക്കുന്നവർ, നിങ്ങളുടെ ജീവിതം മുഴുവൻ നിരാശപരമായിക്കോട്ടെ, ഒന്നും ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ല. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി ശ്രമിക്കുന്നുമുണ്ട്, ഒത്തിരി ആഗ്രഹിക്കുന്നുമുണ്ട്, ഒത്തിരി കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതും ലഭിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മുമ്പിലത്തെ ചോദ്യം, എന്തുകൊണ്ട് എനിക്ക് ലഭിക്കുന്നില്ല? ഇന്ന് വേഗത്തിൽ ഒരു ചിന്തയിലേക്ക് അതിൽ വന്ന് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? ഏത് നിരാശയുള്ള വ്യക്തിയും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചേക്കുന്നത്, ദൈവം ഇങ്ങനെയൊക്കെയാണ് വിധിച്ചേക്കുന്നത്. അപ്പോൾ അവര് ബോധപൂർവം അല്ലെങ്കിലും അവര് പറയുന്നത് ദൈവത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതാ ഞാനിപ്പോ പറഞ്ഞത്, ഒരു കോഴിമുട്ടയിൽ നിന്നും ഒരു കുതിരയെ ഉണ്ടാക്കുവാൻ ഇന്ന് വരെയുള്ള ശാസ്ത്രത്തിന് പറ്റത്തില്ല. അപ്പൊ ദൈവത്തിന് പറ്റുമോ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. ദൈവത്തിനും അത് പറ്റുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി പറയാനല്ല നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത്, ദൈവം ഈ ഭൂമിയിൽ എല്ലാത്തിനും ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. അതാണ് ദൈവം വെച്ച ഒരു പാറ്റേൺ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 11:3 ഇപ്രകാരം എഴുതിയിരിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിച്ച് വായിച്ചോണേ. ഈ കാണുന്ന അതാ ഞാൻ പറഞ്ഞത്, ദൈവം വെച്ചൊരു പാറ്റേൺ ഉണ്ട്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ. അപ്പോൾ ദൈവം വെച്ച പാറ്റേൺ എങ്ങനെ? ദൈവത്തിന്റെ വചനത്താൽ. അപ്പോൾ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വെറുതെ ആവുമോ? ദൈവം വെച്ച പാറ്റേൺ അതാ. ദൈവം ഈ ലോകത്തിൽ ചില അത്ഭുതങ്ങൾ വെച്ചിരിക്കുന്ന പാറ്റേൺ അതാ, ദൈവവചനത്താൽ. അതാ ഞാൻ പറഞ്ഞത്, ഇത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഏറ്റെടുക്കത്തുള്ളൂ, അല്ലാത്തവർ ഇത് ഏറ്റെടുക്കത്തില്ല. കാരണം ഇത് ദൈവമുണ്ടെന്നും ദൈവം എന്നെ കരുതുമെന്നും ദൈവം എന്നെ നടത്തുമെന്നും ഒരു ബോധ്യത്തോടുകൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവം നടത്തും, ദൈവം വഴി തുറക്കും. അങ്ങനെ ബോധ്യമുള്ളവർക്ക് മാത്രമേ ഇന്ന് പറയുന്ന വചനം കേൾക്കത്തുള്ളൂ.
അപ്പോൾ എങ്ങനെയാ ദൈവം ഈ ഭൂമിയിൽ വെച്ച പാറ്റേൺ എന്താ? ഉൽപ്പത്തി പുസ്തകം 1:3 പറഞ്ഞു, വെളിച്ചമില്ലാത്തടത്ത് ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. ഒന്ന് എടുക്കാം, നമുക്ക് ഭാഗം എടുക്കാം, അല്ലെ തോന്നും ഇത് ഞാൻ പറയുന്നതാണ്. നമുക്ക് എടുക്കാം. പിന്നെ ഉൽപ്പത്തി പുസ്തകം 1:3 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. അപ്പോൾ എന്താണോ വേണ്ടിയത് അത് ദൈവം കൽപ്പിച്ചു. എന്നിട്ട് പറയാ, ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഈ ലോകത്തെ ഞാൻ സൃഷ്ടിച്ച പാറ്റേൺ ഇതാ, നിങ്ങൾക്കും കൂടെ ഞാൻ അങ്ങ് തരിക. ഈ പാറ്റേൺ ഞാൻ നിനക്ക് തരിക. ഒരു പാറ്റേൺ ഞാൻ അങ്ങോട്ട് നിങ്ങൾ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു രീതി ഞാൻ നിങ്ങളുടെ മുമ്പിലും വെക്കുക. അവിടെ സാഹചര്യം എന്തുവാ? പാഴും മനോഹരമായി സൃഷ്ടിച്ചത് പാഴും ശൂന്യവും, ഇനി ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ ലോകം, അന്ന് ലോകത്ത് തള്ളാനാരുമില്ല. സാഹചര്യം അനുസരിച്ച് ഇനി ഒരു രക്ഷയില്ല. പക്ഷെ ദൈവം വിടത്തില്ല. ദൈവം പറയാമോ, ഇല്ല, വെളിച്ചം ഉണ്ടാകട്ടെ, ഒരു പാറ്റേൺ വെക്കുക. അങ്ങനെയാണെങ്കിൽ മുമ്പേ പറഞ്ഞതുമായിട്ട് നമുക്ക് ഒന്നൊന്നും ലിങ്ക് ചെയ്ത്, കോഴിമുട്ടയിൽ നിന്നും കുതിര ഉണ്ടാകത്തില്ലെന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അനുഗ്രഹം ഉണ്ടാകത്തില്ലെന്നും ഒരു നന്മ ഉണ്ടാകത്തില്ലെന്നും, എന്റെ ജീവിതം നശിച്ചു, എന്റെ ജീവിതം തീർന്നു, എന്റെ ജീവിതം അവസാനിച്ചു, ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങ് തീരും എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം വെച്ച പാറ്റേൺ എങ്ങനെയാണെന്നറിയാം? നിങ്ങളുടെ അതിനകത്തും ആ കടന്നു പോകുന്ന അവസ്ഥയ്ക്കകത്തും ഒരു ജീവൻ, ഒരു പുതുക്കം തരാൻ ഈ ദൈവവചനത്തിന് ശക്തിയുണ്ട്. അതാ പറഞ്ഞത്, ദൈവം വെച്ച പാറ്റേൺ എങ്ങനെ? ഏറ്റവും വലിയ വിഷയത്തിനകത്തും ദൈവം വേണ്ടിയത് കൽപ്പിച്ചു. അപ്പോൾ നമുക്കത് വേഗത്തിൽ നമ്മളതൊന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യം എന്നാ? അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം അവിടെ എഴുതിക്കുന്നത് ഈ ലോകത്തിന് എന്ന് പറഞ്ഞാൽ, ലോകം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മണ്ണും ഈ മരവും ഈ കല്ലും ഈ പാറയും ഈ സമുദ്രവും മാത്രമല്ല, ദൈവം വെച്ചതാണ്. ദൈവം വെച്ച വ്യവസ്ഥയ്ക്കുള്ളിലാണ് മനുഷ്യനും. ഓർത്തോണം, അത് മറന്നുപോകില്ല. അതിൽ കല്ലും പാറയും മണ്ണും അഗ്നിപർവ്വതവും മാത്രമല്ല ദൈവം സൃഷ്ടിച്ചത്, മനുഷ്യനെ ദൈവം തന്നെ സൃഷ്ടിച്ചത്. അതായത് ദൈവത്തിന്റെ പാറ്റേണിലുള്ള വ്യക്തിയാണ് മനുഷ്യനും. അപ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിലും ദൈവം ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും ദൈവത്തിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയാം, നിങ്ങൾ ദൈവത്തിന്റെ ഒരു പാറ്റേൺ നിങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളത് പലപ്പോഴും തിരിച്ചറിയാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കും, എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് സാമ്പത്തികമായിട്ടോ എന്നെ അല്ലെങ്കിൽ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ ആരുമില്ല. ആര് പറഞ്ഞു? നിന്റെ ഉള്ളിൽ ഒരു പാറ്റേൺ ദൈവം തന്നിട്ടുണ്ട്. ഈ പാഴും ശൂന്യമായതിനകത്ത് ദൈവത്തെ എത്ര പേരാ ഉത്സാഹിപ്പിച്ച് കൂടെ നിന്ന്? എത്ര പേരാ ഇല ഇട്ട് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? ദൈവം തന്നെ അങ്ങ് തീരുമാനിച്ചു. നിന്നെ കേൾക്കുന്ന ദൈവപൈതലാണോ? ദൈവപൈതലാണ്. അതാ പറഞ്ഞത്, ദൈവപൈതലാണോ? ആരും നിന്നെ ഉത്സാഹിപ്പിക്കാൻ വേണ്ട. ഈ ദൈവവചനം കയ്യിലുണ്ടോ? ഇതാ ഏറ്റവും വലിയ ഉത്സാഹം. ഇതാ ഏറ്റവും വലിയ, ഇതിൽ കൂടുതലൊരു ഉത്സാഹം പ്രതീക്ഷിക്കേണ്ട. എന്റെ ഭാര്യ എന്ന് നിരാശയുടെ വാക്ക് പറയുന്നു, ഭർത്താവ് നിരാശയുടെ നെഗറ്റീവ് വാക്കുകൾ പറയുന്നു, മക്കളാരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നാട്ടുകാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്റെ കൂടപ്പറമ്പുകൾ എന്നെ അടുപ്പിക്കുന്നില്ല. വേണ്ടാന്നേ, ഈ ബൈബിൾ നിന്നെ ഉത്സാഹിപ്പിക്കും. കാര്യം ദൈവം വെച്ച പാറ്റേൺ. ഞാൻ വീണ്ടും പറയും, ഇത് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇത് എന്തിനാ നീട്ടി പറയുന്നതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ദൈവം വെച്ച പാറ്റേണിനകത്താ മനുഷ്യൻ. അപ്പോൾ മനുഷ്യന്റെ അകത്തും ദൈവം ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. അതാണ് ഇല്ലാത്തത് ഉള്ളതുപോലെ സൃഷ്ടിക്കാൻ ഒരു പാറ്റേൺ ദൈവം ഉള്ളി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞു, കോഴിമുട്ടയിൽ നിന്ന് കുതിര ഉണ്ടാക്കുന്ന പാറ്റേൺ അല്ല ദൈവം വെച്ചേക്കുന്നത്. ദൈവം വെച്ചേക്കുന്നത് കോഴിമുട്ട വിരിഞ്ഞു കോഴി ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചില സാധ്യതകൾ മുട്ടയായിട്ടിരിപ്പുണ്ട്. ആ സാധ്യതകൾ വിരിയുമ്പോൾ അത് ഫലം കാഴ്ചയെ പറ്റൂ. കാര്യം അത് ദൈവം വെച്ച പാറ്റേൺ, ദൈവം വെച്ച ഒരു പ്രകൃതിയിലുള്ള ദൈവം വെച്ച ഒരു വ്യവസ്ഥയാണ്. അപ്പോൾ വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോവാം. അപ്പോൾ ഇതെന്തുവാ? ഞാൻ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഈ വീട് പണികളൊക്കെ ചെയ്യും. ആർക്കിടെക്റ്റിന് പിന്നെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മുടെ തരും, ഒരു പ്ലാൻ നമ്മുടെ കയ്യിലോട്ട് വരച്ചു തരും. അല്ലാതെ ഒരു വീട് പണിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഭാര്യയും ഭർത്താവും കൂടി ഓടി നടന്ന് ആ വീട് പണിയല്ല ചെയ്യുന്നത്, ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കും. അപ്പോൾ ആർക്കിടെക്ട് ഇവരുടെ ആഗ്രഹം അനുസരിച്ച് ഒരു പ്ലാൻ കയ്യിലോട്ട് കൊടുക്കും. അതിനനുസരിച്ച് ആ പ്ലാൻ, ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ആർക്കിടെക്ട്. അത് മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സാണ് ഒരു ആർക്കിടെക്ട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് മനസ്സൊരു പ്ലാൻ തരത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഒരു 3 ബെഡ്റൂമിന്റെ ഒരു വീടാണ് വേണ്ടിയെങ്കിൽ ആർക്കിടെക്റ്റിന്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ പിന്നെ ഒന്നും പറയുന്നില്ലെങ്കിൽ അദ്ദേഹം നിങ്ങൾ ആഗ്രഹിച്ച 3 ബെഡ്റൂമിന്റെ ഫ്ലാറ്റ് തരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വീട് ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. നിങ്ങൾ ആർക്കിടെക്റ്റിന്റെ അടുത്ത് പോയി മിണ്ടാതിരിക്കുക. അദ്ദേഹം എന്ത് പ്ലാനാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്? എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ ചിന്തകളാണ്
നിങ്ങളുടെ ആർക്കിടെക്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിയന്ത്രിക്കുന്ന ആർക്കിടെക്ട് നിങ്ങളുടെ ചിന്തകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ദൈവം വെച്ച ഒരു പാറ്റേൺ അത്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ആർക്കിടെക്ട്. ആണോ? നമുക്ക് സംശയം ഉണ്ടായിരിക്കും അല്ലേ? നമുക്ക് വായിക്കാം സദൃശ്യവാക്യങ്ങൾ 23:7. ദൈവം വെച്ച പാറ്റേൺ വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന് പിടികിട്ടി ആർക്കിടെക്ട് ആരാണ്. അതായത് പ്ലാൻ ഉണ്ടാക്കുന്ന ആർക്കിടെക്ട്. ദൈവം വെച്ച വ്യവസ്ഥയിൽ ഒരു ആർക്കിടെക്റ്റിനെ ദൈവം പാറ്റേൺ അകത്ത് വെച്ചേക്കുക. അതാണ് നമ്മുടെ മനസ്സ്. അവിടെ എഴുതിക്കുന്നത് അവിടെ സദൃശ്യവാക്യങ്ങൾ 23:7. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, കോഴിമുട്ടയിൽ ചില കുതിര പിറക്കാൻ പോകുന്നത് നോക്കിക്കോണം. ഇന്ന് അങ്ങനെ നിങ്ങൾ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യം. നിങ്ങളുടെ തന്നെയാണ് നിങ്ങളുടെ ശില്പി. നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ട ആർക്കിടെക്ട് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചേക്കുന്നത്. പാറ്റേൺ ദൈവം മനുഷ്യനെ ഒരു പാറ്റേണിൽ സൃഷ്ടിച്ചിട്ട് അതേ പാറ്റേൺ അവന്റെ ഉള്ളിലും കൊടുത്തു. നമ്മൾ ഈ DNA എന്നൊക്കെ പറയത്തില്ലേ, DNA എന്നൊക്കെ ഈ തലമുറയായിട്ട് ഒരു DNA പാസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ വെച്ചേക്കുന്ന ഒരു പാറ്റേൺ ആണ്. നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ ശില്പി നിന്റെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. അല്ല, ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ഗലാത്യലേഖനം പറയാം, ദൈവത്തെ പരിഹസിച്ചുകൂടാ. എന്താ? ദൈവം ഓൾറെഡി ഒരു പാറ്റേൺ ഉള്ളിൽ വെച്ചേക്കുക. അത് തിരിച്ചറിയാതെ നമ്മൾ അതിനെപ്പറ്റി ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇതായിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 23:7 ഇപ്രകാരം പറയുന്നു, അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും, അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ ഒന്ന് വെച്ചോണ്ട് നിനക്ക് വെളിയിൽ ഒന്ന് പ്രകടിപ്പിക്കും. അതല്ല, നിന്റെ ഹൃദയത്തിൽ എന്താണോ അതേ നീ. അതാണ് നീ. ഒന്ന് പറഞ്ഞേ, എന്റെ ഹൃദയം എന്താണോ അതാണ് നീ. സഭയിൽ ഞാൻ കാണിക്കുന്ന പ്രവർത്തനങ്ങളോ നാട്ടിൽ കാണിക്കുന്ന ആക്ടിവിറ്റീസോ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന എന്റെ സ്നേഹഭാവങ്ങളോ ഒന്നുമല്ല. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആരാണോ അതാണ് ഞാൻ. അവിടെയാണ് ശില്പി. അതാണ് യഥാർത്ഥ ശില്പി. അല്ലെ, വെളിയിൽ കാണിക്കുന്നതല്ല ശില്പി. വെളിയിലെ എന്റെ അഭിനയമല്ല ശില്പി. യഥാർത്ഥത്തിൽ എന്റെ ഹൃദയത്തിൽ ആരാണോ അവൻ കണക്ക് കൂട്ടുന്നത് പോലെ ആകുമെന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ ഇരിക്കുന്നത് തന്നെ സദൃശ്യവാക്യങ്ങൾ 23:7. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു എന്ന് പറഞ്ഞ് മനസ്സിൽ കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ. അപ്പോൾ നമ്മുടെ പ്രധാന ശില്പി ആരാ? പ്രധാന ശില്പി എന്റെ മനസ്സാണ്. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകാൻ. അപ്പോൾ ഇപ്പൊ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഞാൻ ഒത്തിരി പ്രവർത്തിച്ചു, എന്റെ ജീവിതം മാറുന്നില്ല. കാര്യം എന്നാ? ശില്പിയുടെ ഉള്ളിലോട്ട് പോകുന്ന എന്നാ മുഴുവൻ നിരാശയുടെ വാക്കുകൾ. ആർക്കിടെക്റ്റിന്റെ മുന്നേ മേശയുടെ അടുത്ത് പോയി ഇരുന്നിട്ട് നമ്മൾ മുഴുവൻ നിരാശ പറയുക, മുഴുവൻ ഭാരങ്ങൾ പറയാം, നടക്കത്തില്ലെന്ന് പറയാം, അസാധ്യങ്ങൾ പറയുക, എന്റെ ജീവിതം തീർന്നെന്ന് പറയുക, എന്നെ സഹായിക്കാൻ ആരും ഇല്ലെന്ന് പറയുക, എനിക്ക് ദൈവം പോലും ഇല്ലെന്ന് പറയുക, എന്നെ കൈവിട്ടെന്ന് പറയാ. നീ ആർക്കിടെക്റ്റിന് കൊടുക്കുന്ന പ്ലാൻ അതാ. നിന്റെ മനസ്സിന് നീ കൊടുക്കുന്ന പ്ലാൻ അതാ. നിന്റെ ജീവിതം വരയ്ക്കാനിരിക്കുക. ആ മനസ്സിനോട് നീ പറയുന്നത് ഒരിക്കലും നന്നാകത്തില്ലെന്ന്. പിന്നെ എങ്ങനെ നന്നാകുന്ന ഒരു പ്ലാൻ തരും? നന്നാകുന്ന ഒരു പ്ലാൻ കയ്യിലോട്ട് കിട്ടും? പിടികിട്ടിയോ? ചിന്തകൾ നിന്റെ ആർക്കിടെക്റ്റാ. എന്ന് പറഞ്ഞാട്ടെ, എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ആർക്കിടെക്റ്റിന്റെ ചിന്തകളാണ്. അങ്ങോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞാട്ട് അങ്ങനെ എന്റെ കൂടെ ചേർന്ന് പറഞ്ഞ് അങ്ങോട്ട് എന്തോ കൊടുക്കുന്നു അതേ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇപ്പൊ എനിക്ക് ഓർമ്മ മൂന്നാറിലാണെന്ന് തോന്നുന്നു ഞാൻ പോയപ്പം ഒരു എക്കോ പോയിന്റ് ഉണ്ട്. അന്ന് എന്റെ മക്കളൊക്കെ കൊച്ചു പിള്ളേർ, ഇളയ മോന് അന്ന് 8 വയസ്സ് വല്ലോ കാണുമായിരിക്കും, 8 വയസ്സ്. ഇന്ന് ഞാൻ ഓർക്കുന്ന, അന്ന് അവൻ ആ പോകുന്ന വഴിക്ക് അന്ന് അവിടെ നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അപ്പം അവിടെ ഒരു മയിൽക്കുറ്റിയുടെ മണ്ടയിലോട്ട് കയറി നിന്നുകൊണ്ട് അവൻ അഭിനേ എന്നൊരൊറ്റ വിളിയാണ്. അഭിനേ അവന്റെ പേര് തന്നെ അവൻ വിളിക്കുക. അത് കഴിഞ്ഞ് മറ്റുള്ളവരെ 100 പേര് അവിടെ ഇരിക്കുക. അപ്പൊ ഇവൻ 8 വയസ്സുകാരനാണ്. ഇവനൊരു നാണക്കേടും ഒന്നും തോന്നില്ല. അവൻ എഴുന്നേറ്റ് ആ മയിൽക്കുറ്റിയുടെ മണ്ടയിൽ നിന്നുകൊണ്ട് ആ 6 പോലെ നിൽക്കുന്നതിന്റെ ഇക്കരെ നിന്നിട്ട് ഒരൊറ്റ വിളി അഭിനേ എന്ന് വിളിച്ചപ്പം ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ തിരിച്ച് അങ്ങേപ്പുറത്തുനിന്ന് എക്കോ ഇങ്ങോട്ട് അഭിനേ. ഇവൻ വിളിച്ച അതേ ടോണിൽ, അതേ ഋതത്തിൽ, അതേ ഫുൾ പറഞ്ഞതുപോലെ തന്നെ തിരിച്ച് എക്കോ അടിക്കുക. അത് എക്കോ പോയിന്റ് എന്ന് പറഞ്ഞ് മൂന്നാറിലുണ്ട്. ഒന്നുകൂടെ പറഞ്ഞിട്ട്, ഞാൻ എന്റെ മനസ്സിന് എന്നാ കൊടുക്കുമോ അതേ തിരിച്ചു വരത്തുള്ളൂ.
അപ്പം നമുക്ക് പ്രാർത്ഥന കാണും, ആരാധന കാണും, പക്ഷെ നിരന്തരം നിന്റെ ഹൃദയത്തിന് നീ കൊടുക്കുന്ന ആലോചന എന്താണ്? തീർന്നു പോവും, നശിച്ചു പോവും, രക്ഷപ്പെടത്തില്ല. ഇന്ന് ഞാൻ അവിടെ എന്ന് അവസാനിപ്പിക്കുക. ഇതിനി മുന്നോട്ട് പോകും. അടുത്ത 5 ദിവസത്തേക്കുള്ള ഒരു മെസ്സേജാണ്, അതിന്റെ ഒരു പോർഷനേ ആകുന്നുള്ളൂ. നമ്മൾ തുടക്കം ഇവിടെ ട്രീസ് ഡോണ്ട് ഫിയർ അബൌട്ട് സ്റ്റോംസ്, ഇറ്റ് ട്രസ്റ്റ് ഇറ്റ്സ് റൂട്ട്സ്. ഒരു വൻമരവും കാറ്റിനെ പേടിക്കുന്നില്ല, കാര്യം അവന്റെ വേരുകളിൽ വിശ്വാസമുണ്ട്. മനസ്സിലായോ? വേരായി വചനം. ഈ വചനം പറയുന്നതിൽ വിശ്വസിച്ചാൽ കാറ്റിനെ പേടിക്കേണ്ട. ചുരുക്കം പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഈ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അത്ഭുതങ്ങളൊക്കെ കർത്താവ് സമയത്തിനുള്ളിൽ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചേക്കുക. തക്ക സമയമാകുമ്പോഴേ, ഇപ്പൊ ബർത്ത്ഡേ അയക്ക് നമുക്ക് പ്രസന്റ് അപ്പനും അമ്മയും കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും, അല്ലാത്ത ഏത് സമയത്തും. ഇപ്പം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ 30 മാർച്ച് ആയിക്കോട്ടെ, 30 മാർച്ചാണ്, ഓക്കെ, 30 മാർച്ച് ഇന്ന് ബർത്ത്ഡേ ഉള്ളവരുടെ ബർത്ത്ഡേ പ്രസന്റ് നമ്മൾ 29-ന് കൊടുക്കും, 28-ന് കൊടുക്കും, 25-ന് കൊടുക്കും. ചിലപ്പോൾ അത് 2 മാസം മുമ്പേ മേടിച്ച് ജനുവരി 1-നെ മേടിച്ച് വെച്ചേക്കായിരിക്കും. പക്ഷെ കൊടുക്കുന്നത് ബർത്ത്ഡേയുടെ ദിവസമേ കൊടുക്കത്തുള്ളൂ. അതുപോലെ ഈ ദൈവത്തിന്റെ ഒരു പാറ്റേൺ അങ്ങനെ. 1 മിനിറ്റ് മുമ്പേ തരത്തുമില്ല, 1 മിനിറ്റ് താമസിപ്പിക്കത്തുമില്ല. തന്റെ പാറ്റേണിൽ വർക്ക് ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ആ മനസ്സെന്ന ആർക്കിടെക്റ്റിന് ജയം, അനുഗ്രഹം, അത്ഭുതം, ദൈവകൃപ, ദൈവസാന്നിധ്യം, മഹത്വം, തേജസ്, വചനം, ശക്തി, ദൈവശക്തി, ദൈവസാന്നിധ്യം, ഇതൊക്കെ നിരന്തരം കൊടുത്തോണ്ടിരിക്കുമ്പോൾ ദൈവ തേജസ്സിനനുസരിച്ച് ഒരു പ്ലാൻ വെളിപ്പെടും. ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ച് പ്ലാൻ വെളിപ്പെടും. ദൈവത്തിന്റെ അത്ഭുതത്തിനനുസരിച്ച്, വീണ്ടും പറ, ദൈവം സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് അതിനകത്ത് തന്നെയാണ്. തക്ക സമയത്ത് അത്ഭുതങ്ങൾ പൊതിഞ്ഞു കെട്ടിവെച്ചേക്കുക. കാരണം എന്നാ? ദൈവം വെച്ചൊരു പാറ്റേൺ അത്. പാഴും ശൂന്യമായപ്പോൾ ഉടനെ കർത്താവ് ഇറങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. എത്ര കാലമെന്ന് അവിടെ എഴുതിയിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നത് പാഴും ശൂന്യവുമായിരുന്നു. പക്ഷെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ സമയമായപ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ കൽപ്പിച്ചതിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ ദൈവവൈദ്യൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥനയിൽ, ആരാധനയിൽ നിൽക്കുക. അപ്പം വലിയ തടസ്സവും വലിയ വിഷയവും വലിയ പ്രതികൂലവും ആയിരിക്കും. പക്ഷെങ്കിൽ ഒന്നും പേടിക്കേണ്ട. ദൈവം അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ സമയത്തെ തുറക്കത്തുള്ളൂ. ബർത്ത്ഡേ ദിവസമേ അത് തുറക്കത്തുള്ളൂ. അതുപോലെ ദൈവം ചില അത്ഭുതങ്ങൾ ഇന്ന് ഒരു ദൂത് പോലെ പറയും. ഇന്നെന്നെ കേൾക്കുന്നവരോട് പറയാം, വചനത്തിൽ നിന്നുകൊണ്ട് വചനമാണ് ഉള്ളിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സഭായോഗങ്ങൾ കളയരുതെന്ന് പറയുന്നത് എന്തിന്? സഭായോഗങ്ങൾ നഷ്ടപ്പെടുന്നത് അവിടെയാ നമ്മുടെ ജീവൻ ക്രമീകരിക്കുന്ന, നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്ന അത്ഭുതങ്ങൾ വെച്ചിരിക്കുന്നത് അവിടെയാണ്. ഒന്നുകൂടെ പറഞ്ഞിട്ട്, മനുഷ്യൻ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. കണക്ക് കൂട്ടും. അപ്പോൾ അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കും, ഇത് മുന്നോട്ട് പോകാതെ. നമ്മളിപ്പോ പറഞ്ഞു, നമ്മൾ കൊടുക്കുന്ന ആലോചന അനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം വെച്ച പാറ്റേൺ അതാ. അത് പ്രത്യേകമായിട്ട് ഇന്ന് ശ്രദ്ധിച്ചോണം. ദൈവം വെച്ച പാറ്റേൺ, എല്ലാവരും ഒന്ന് പറഞ്ഞ്, ദൈവം വെച്ച പാറ്റേൺ ദൈവ മക്കളിൽ കൂടെ അത് വെളിപ്പെടുത്തുള്ളൂ. കാര്യം ദൈവമക്കൾക്ക് അത് അനുസരിക്കാൻ തോന്നത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടായിരിക്കുന്നത് ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് ഇങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നവൻ ഇങ്ങനെ തന്നെ അവന്റെ ജീവിതം സൃഷ്ടിക്കും. പ്രതികൂലവും പ്രതിസന്ധിയും വിഷയവും പ്രശ്നവും ആഗ്രഹിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ അവന് പേടിക്കാനില്ല. അവന് നല്ല ഉറപ്പാ. അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ദൈവം എനിക്കുണ്ട്. എന്റെ തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തുമെന്ന് എഴുതിയേക്കുന്നു. അപ്പോൾ അവൻ ഉറപ്പാ. എന്നാ വിഷയം വന്നാലും ഒന്നുകൂടെ വിളിച്ചു പറ, വൻമരങ്ങൾ കാറ്റിനെ പേടിക്കുന്നില്ല. കാരണം അവൻ അതിന്റെ വേരുകളിൽ നല്ല ഉറപ്പുണ്ട്. ഉറപ്പുണ്ടോ? ദൈവത്തിൽ ഉറപ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും പറയാം. നമ്മളിപ്പോ എന്താ പറഞ്ഞത്? മനസ്സിന് നല്ലത് കൊടുത്താൽ നല്ലത് എക്കോ ചെയ്യും. നിന്റെ ജീവിതത്തിൽ എക്കോ ചെയ്യും. ഉദാഹരണത്തിന് അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനം ഇത് മുന്നോട്ട് പോകും. അടുത്ത 5 ദിവസം ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളെല്ലാം GPS അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരാണ്. വാഹനത്തിൽ കയറുമ്പോൾ പണ്ട് കാലത്ത് ചോദിച്ചു പറഞ്ഞ് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, മലമ്പുഴയ്ക്കൊന്ന് ഇവിടുന്ന് പോയത്. പണ്ട് 78 ഒരു കാറൽ, അമ്മാച്ചന്റെ കാറൽ പോയത് ഓർമ്മയുണ്ട്. ഇവിടം മുതലേ മലമ്പുഴ ചോദിച്ചു പോയിട്ട് അന്ന് രാത്രിയെല്ലാം കണ്ട മലമ്പുഴ എത്തുന്നത്. കാര്യം തന്നെ, പോകുന്ന വഴി മുഴുവൻ ചോദിക്കുക, മലമ്പുഴ എവിടെ? അപ്പൊ ഒരാൾ പറയും തെക്കോട്ടാന്ന് പറയാം, ഒരാൾ പറയും വടക്ക്. അന്നൊന്നും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ആകെ കൂടെ അറിയാവുന്ന മലമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ്.
ഇവിടുന്ന് അങ്ങ് കോട്ടയം വരെ പോകാൻ എല്ലാവർക്കും അറിയാം. കോട്ടയം കഴിഞ്ഞിട്ട് അങ്ങ് ചോദ്യമാണ്, എങ്ങോട്ട് പോകണം, ഏത് വഴിയെ പോകണം ചോദിച്ച് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് രാവിലെ പോയെങ്കിൽ ഒരു 10 മണിയോടുകൂടി മലമ്പുഴ എത്തും. അന്ന് ഞങ്ങൾ ആ ചെന്നത് വൈകുന്നേരം കണ്ടാ ചെയ്തത്. ഒരാൾ പറഞ്ഞ് ഒലവക്കോട് വഴി പോകണം എന്ന് അവിടെ ഉള്ളവർക്കൊക്കെ ചിരി വരുമായിരിക്കും. ഒലവക്കോട് വഴി പോകണം, ഒരാൾ പറഞ്ഞു അവിടെ വഴി പോകണം, പാലക്കാട് വഴി പോകണം, ഒരാൾ പറഞ്ഞ് പെരിന്തൽമണ്ണ വഴി കറങ്ങി വരണം. അവസാനം കറങ്ങി തിരിഞ്ഞ് മലമ്പുഴ ചെന്നപ്പം അവിടുത്തെ എലിമിനേഷൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. പക്ഷെ ഇന്ന് അതല്ല. ഇന്നൊരു കൊച്ചുകുട്ടി പോലും വഴി തെറ്റത്തില്ല. കാര്യം അവൻ മാപ്പ് എടുത്തിട്ട് ഒറ്റയടിയാ മലമ്പുഴ ഡാം, ഒറ്റയടിയാ. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അത് വണ്ടിയിലോട്ട് ഫിക്സ് ചെയ്ത് നെറ്റ് അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ഒറ്റ പോകാം. വഴിയിലുള്ള ഒരു മനുഷ്യനോടും. എന്റെ പിള്ളേരൊക്കെ 18 വയസ്സ് കഴിഞ്ഞപ്പോഴേ രണ്ടുപേരും വണ്ടി ഓടിക്കും. പിന്നെ ഞാൻ സ്വസ്ഥം ഗ്രഹഭരണം എന്ന് പറഞ്ഞ പോലെ പുറകെ ചാരി കിടന്നാൽ മതി, അവന്മാരങ്ങ് പൊക്കോളും. 18 വയസ്സേ ആയിട്ട് മലമ്പുഴ എവിടെ ഒന്നും അറിയത്തില്ല. എവിടൊക്കെ പോയി ഞങ്ങൾ, കൂർഗ്, മറ്റേത് ബാംഗ്ലൂർ, എവിടൊക്കെയോ പോയി, ബോംബെയൊക്കെ പോയി. ബോംബെയിലൊക്കെ പലതവണ വണ്ടി ഓടിച്ചു പോയി. വഴിയിലൊന്നും ചോദിക്കണ്ട, മാപ്പിൽ അടിച്ചു കൊടുത്തു. ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, മാപ്പിൽ അടിച്ചു കൊടുത്തേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റേ ഹൂബ്ലി അടിച്ചു, പിറ്റേ ദിവസം കണ്ണൂര് അടിച്ചു, 3-ാം ദിവസം വീട്ടിലെത്തി. ഒറ്റ മനുഷ്യനോട് വഴി ചോദിച്ചില്ല. കാര്യം എന്തുവാ, മാപ്പിനകത്ത് കറക്റ്റ് അഡ്രസ്സാ കൊടുത്തത്. നിന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കറക്റ്റ് അഡ്രസ്സ് നിന്റെ ഹൃദയത്തിന് നീ കൊടുക്കണം. കറക്റ്റ് അഡ്രസ്സ് കൊടുത്താലേ കറക്റ്റ് സ്ഥലത്ത് കൊടുക്കുന്നത്. ഞാൻ ബോംബെക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് കൽക്കട്ട അടിച്ചാൽ ബോംബെ ചെല്ലത്തില്ല. നിന്നെ കേൾക്കുന്ന ജീവിതത്തിൽ എന്തുകൊണ്ടാ എന്നെ ആരും സഹായിക്കാനില്ല, എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല, ഞാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല, എന്തുകൊണ്ടാ? നീ കൊടുത്തേക്കുന്ന അഡ്രസ്സ് റോങ് അഡ്രസ്സാ. ദൈവം വെച്ചേക്കുന്ന പാറ്റേൺ അങ്ങനല്ല. ദൈവം വെച്ചേക്കുന്ന നിരാശയും ഭാരവും ഭയവും ആശങ്കയും നടക്കത്തില്ലെന്നും ശാപവാക്കുകൾ വെച്ചിട്ട് നീ അനുഗ്രഹത്തിൽ ചെല്ലത്തില്ല. നിരാശ പറഞ്ഞിട്ട് എന്നെ സഹായിക്കാൻ ആരുമില്ല, കുടുംബത്തുകാർ കണ്ടില്ലേ, ഈ ഭർത്താവിനെ കിട്ടിയതാ എനിക്ക് ദോഷമായി പോയത്, ഈ ഭാര്യയെ അല്ലായിരുന്നു, ഇങ്ങനെയല്ലായിരുന്നു എന്റെ കുടുംബം ആകേണ്ടത്, എന്റെ അപ്പനെ എന്നെ പഠിപ്പിക്കാൻ വിട്ടില്ല, എന്റെ അമ്മയ്ക്ക് പൈസ കിട്ടിയില്ല, അല്ലെങ്കിൽ സാമ്പത്തികം അവരും കൂടെ ജോലി ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എവിടെ ചെന്നേനേമായിരുന്നു. നീ എവിടെ ചെല്ലാത്തത് എന്തുകൊണ്ടാണ്? നിന്റെ ഹൃദയത്തിൽ പറയുന്നതാ നീ ആകെ നടക്കത്തില്ലെന്ന് പറയുന്ന എല്ലാം നിന്റെ ജീവിതത്തിൽ ഡെസ്റ്റിനി അതാ. ഓ ഗ്ലോറി ടു ഗോഡ്. ഇന്ന് മനസ്സിലായോ? പരാതി പറയല്ലേ. ഇന്നലെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പം കർത്താവ് ഇങ്ങനെ ഉള്ളി പറയാ, പറക്കാത്ത കഴുകൻ താറാവിന് സമമാണ്. കഴുകനെ വെച്ചേക്കുന്ന പറക്കാന്, അത് പറക്കുന്നില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ താറാവ് പോലെ നടക്കും. താറാവിന്റെ ശബ്ദത്തിൽ പരാതി പറഞ്ഞുകൊണ്ട് നടക്കും. കഴുകൻ പരാതി പറയത്തില്ല. കാറ്റ് വരുമ്പോ കഴുകൻ പരാതി പറയത്തില്ല. താറാവ് പരാതി, അയ്യോ, അത് അതിന്റെ ശബ്ദത്തിൽ അത് പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ കഴുകൻ പരാതി പറയത്തില്ല. കാറ്റ് വരുമ്പോ അതിന്റെ മുകളിൽ കൂടി പറക്കും. നിന്നെ കേൾക്കുന്നവരുടെ ദൈവം വെച്ച പാറ്റേൺ അതാ, പറക്കുന്നത്. വിഷയത്തിന് മുകളിൽ കൂടി പറന്നോണം. ഞാനിവിടെ അവസാനിപ്പിക്കുക. ഇന്ന് എത്ര പേര് പറയും, നിങ്ങളുടെ ഉള്ളിലോട്ട് നല്ലത് കൊടുക്കുക, നല്ലത് മാത്രം കൊടുക്കുക, വചനം കൊടുക്കുക, അഭിഷേകത്തിലുള്ള വാക്കുകൾ കൊടുക്കുക, പ്രവചിക്കുക. നിങ്ങളുടെ ജീവിതത്തെ നോക്കി പ്രവാചകന്റെ മുമ്പിൽ പോയി പ്രവചിക്കാൻ വരട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് ഞാൻ ഒരു ശുശ്രൂഷയും ഞാൻ ദോഷപ്പെടുത്തത്തില്ല, ഒരു ശുശ്രൂഷയും മോശമായിട്ട് പറയത്തില്ല. പക്ഷെ നിന്നിൽ വലിയൊരു പ്രവാചകൻ ഇരിപ്പുണ്ട്. നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറകളെ അത്ഭുതവും അനുഗ്രഹവുമാക്കുന്ന ഒരു പ്രവാചകൻ നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ആർക്കിടെക്ട് നിന്റെ ഉള്ളിലുണ്ട്. നല്ലത് കൊടുക്കുക ആർക്കിടെക്ട്, നല്ല പ്ലാൻ വെളി വരും. ഇപ്പം നോക്കിയാൽ സ്ഥലമെല്ലാം കാട് പിടിച്ച് പാറ കുന്നും കുഴിയുമായിട്ട് കിടക്കായിരിക്കും. പക്ഷെ ആർക്കിടെക്ട് പണി തുടങ്ങിയാൽ ഉണ്ടല്ലോ, നടക്കാൻ പോകുന്നത് എന്താണെന്ന് വല്ല പിടിയുമുണ്ടോ? ഒന്ന് അവരവരോട് ചോദിച്ചേ. നല്ല പ്ലാൻ, നല്ല ഹൃദയത്തിൽ നല്ല ആലോചന കൊടുത്താൽ, നല്ല വചനം ഉള്ളിലോട്ട് കൊടുത്താൽ നടക്കാൻ പോകുന്നത്, പണിയാൻ പോകുന്നത് എന്താണെന്ന് വല്ല പിടിയുമുണ്ടോ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലത് കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങൾ കാറ്റ്, കർത്താവിന്റെ വചനം പോലെ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന പോലെ വിതയ്ക്കുന്നത് കൊയ്യും. പിതാവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലത് കൊടുത്താൽ നല്ലത് എക്കോ ആയിട്ട് മൂന്നാറിൽ തിരിച്ചു വന്നു. വിളിച്ചു പറഞ്ഞ വാക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന വാക്കും കൊടുക്കുന്ന ആലോചനയുമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. യേശുനാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകം, ഈ കാണുന്ന അദൃശ്യമായ ലോകം
ഈ ദൃശ്യമായതിൽ നിന്നല്ല എന്ന ദൈവം വെച്ച പാറ്റാണ്. അവൻ വചനത്താൽ സകലത് ഉളവാക്കി എന്ന് പറയുമ്പോൾ ഈ കേൾക്കുന്ന ഓരോ ദിവസവും കേൾക്കുന്ന ഈ വചനം ഞങ്ങളെ ക്രമപ്പെടുത്തുന്നതാണ്, രൂപപ്പെടുത്തുന്നതാണ്, രൂപാന്തരം കൊണ്ടുവരുന്നതാണ്, അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നതാണ്, അനുഗ്രഹിക്കുന്നതാണ്, ഉയർത്തുന്നതാണ്, മാനിക്കുന്നതാണ്, വെളിപ്പെടുത്തുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്ത മുഴുവൻ പേരെ യേശു നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും സമൃദ്ധമായി നിറയട്ടെ. രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നല്ലത് പ്രവചിക്കും. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മുഴുവൻ പേരും അനുഗ്രഹിക്കപ്പെട്ടു. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. കുഞ്ഞുങ്ങൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവിൽ പ്രസിദ്ധരും രാജ്യങ്ങളിൽ സമ്പന്നരുമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. കുടുംബജീവിതം യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട്, ശുശ്രൂഷകൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട്, എല്ലാ മേഖലകളും കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ പറയുമ്പോൾ പോലും ഒരു ശക്തിയൊക്കെ വേണം. നടക്കാൻ പോവാ. നല്ലത് കൊടുത്തിട്ട് നല്ലത് മേടിക്കാൻ പോവാ. മലയാളത്തിൽ പറഞ്ഞല്ലേ, ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ മേടിക്കില്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ പണ്ട് കാലത്ത്. അതാ, ചുണ്ടയ്ക്ക കൊടുത്താൽ വഴുതനങ്ങ മേടിക്കരുത്, നമ്മൾ കൊടുക്കുന്നത് തന്നെ കിട്ടും. നല്ലത് കൊടുത്താൽ നല്ലത് കിട്ടും. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ എല്ലാവരും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. ഇത് നമ്മൾ ഈ ദിവസങ്ങളിൽ എല്ലാവരും സഭ വ്യത്യാസമില്ല, മിക്കവാറും എല്ലാ സഭകളിലും ഒരു ഉപവാസ പ്രാർത്ഥനയിലൊക്കെയാണ്. കാര്യം ലോകം വല്ലാത്തൊരു തലങ്ങളിൽ ഓടുന്നു. യുദ്ധഭീഷണികൾ. ഇന്നലെ ഒരാൾ വിളിച്ചപ്പോൾ പറയായിരുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല, പലവിധമായ വിഷമങ്ങൾ. ഒരാൾ പറഞ്ഞു അവിടെ ദുബൈയിലോ അബുദാബിയിലോ എവിടെ നിന്നാണ് ഓർക്കുന്നില്ല, മഴ പെയ്തപ്പോൾ ആ കൂടെ അങ്ങ് പേടിച്ചു. മഴയും യുദ്ധത്തിന്റെ സൈറനും ഒക്കെ ആയപ്പോൾ ഇടിവെട്ടിയപ്പോൾ ബോംബ് പൊട്ടുകയാണോ എന്ന് പേടിച്ചു ഭയന്ന് കഴിയുക. ഇതിന്റെ ഒരു അവസാനം ഉണ്ടാകണം. യുദ്ധം അവസാനിക്കണം. ദൈവമക്കൾ കൽപ്പിക്കണം. യുദ്ധം അവസാനിക്കാൻ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോണം. അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചോണം. യുദ്ധം നിർത്തണം. യുദ്ധം പരാജിതരെ മാത്രമേ സൃഷ്ടിക്കപ്പെട്ടുള്ളൂ. ഒരിക്കലും ഒരു യുദ്ധം ജയാളികളെ സൃഷ്ടിക്കത്തില്ല. മുഴുവൻ പരാജിതരെ. അങ്ങനെയാണ് ഈ യുദ്ധം നിൽക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തെ നിർത്തൽ ചെയ്ത് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന, വില്ല് ഒടിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞ് യുദ്ധങ്ങളെ അറുതി വരെ നിർത്തുന്ന യേശുവിന്റെ നാമത്തിൽ യുദ്ധങ്ങൾ നിൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിൽക്കട്ടെ. പിടിച്ചു നിർത്തുന്ന പോലെ യുദ്ധം നിൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു. ഓരോരുത്തരെയും ദൈവത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാ രാജ്യങ്ങളെയും രാഷ്ട്രത്തലവന്മാരെയും യേശുനാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാ പട്ടാളക്കാരെയും എല്ലാ ഫോഴ്സുകളെയും യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകൾ വെളിപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കണ്ടിന്യൂ ചെയ്യും. നാളെ രാവിലെ 8 മണിക്ക് ഇതിന്റെ ബാക്കി വരുന്നുണ്ട്. വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മ കൂടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ വെളിപ്പെടാൻ പോകാം. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.